കൊല്ലത്ത് മാത്രമല്ല സംസ്ഥാനത്തെ വിവിധ പാർലമെന്റ് മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടപടികൾ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകളെ ഏൽപ്പിച്ചിരിക്കുകയാണ് CPM. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതാദ്യമായി CPM ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിനെ ഏൽപ്പിച്ച വോട്ടിന് നോട്ട് വിതരണം ചെയ്യുന്നത് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണെന്നാണ് ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവന. ഈ പ്രസ്താവന കേരളം അത്ര ഞെട്ടലോടെയല്ല കേട്ടത്. ഇതിനെതിരെ കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനും കൺവീനറും ജില്ലാ വരണാധികാരി, പോലീസ്, ഇലക്ഷൻ കമ്മീഷൻ എന്നിവർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ACC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് കൊല്ലത്ത് ബന്ധപ്പെട്ടവർ പത്രസമ്മേളനം നടത്തിയെങ്കിലും ഇതുവരെ നടപടിയൊന്നും എടുത്തിട്ടില്ല എന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. അന്ന് ഗൗരവമായിട്ടുള്ള കാര്യമായിട്ട് കണക്കിലെടുക്കാൻ മതിയാവും. ഇന്ന് അപ്പം ഇലക്ഷൻ കമ്മീഷനും അദ്ദേഹം പരാതി കൊടുത്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അത് ശരിയാണെങ്കിൽ മുളയിലെ ചുള്ളിക്കളയേണ്ട ഒരു പ്രവണതയാണ്. അതിന് വ്യക്തമായ നടപടി ഉണ്ടാകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്നാണ് അതെ, ഞാൻ ഈ വിവരം അറിഞ്ഞ അന്നേരം തന്നെ ഞാൻ അവിടുത്തെ സ്ഥാനാർത്ഥി ശ്രീ എംഎന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടു. ഷിബു ബേബി ജോണിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളുമാണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇലക്ഷൻ കമ്മീഷനും പരാതി കൊടുത്തിട്ടുണ്ട്. പാർട്ടി ആളുകളുടെ ലിസ്റ്റ് കൊടുക്കുകയും ഇവന്റ് മാനേജ്മെന്റുകാർ പണം വിതരണം ചെയ്യുകയുമാണ് ചെയ്യുന്നതെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. പല മണ്ഡലങ്ങളിലും ഈ രീതി പയറ്റുന്നുണ്ട്. കോഴിക്കോട് ആസ്ഥാനത്തുള്ള ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിനെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത്. വോട്ടർമാരെ പണം കൊടുത്തും മറ്റും സ്വാധീനിക്കാൻ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിനെ CPM രംഗത്തിറക്കുന്നത്. അവരുടെ പരാജയ ഭീതിയുടെ ആഴം ഇത് വ്യക്തമാക്കുന്നതാണെന്നും ഉമ്മൻചാണ്ടി പറയുന്നു. 7 ദശാബ്ദത്തിലധികമായി നിലനിൽക്കുന്ന ജനാധിപത്യ സംവിധാനത്തിന് ഇത് മാരകമായ പ്രഹരം ഏൽപ്പിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിവിധ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിനെയാണ് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കാരണം സ്ഥാനാർത്ഥികൾക്ക് പാർട്ടികളെ വിശ്വാസമില്ല. പ്രവർത്തകരെ പൂർണ്ണമായും വിശ്വസിക്കാൻ സ്ഥാനാർത്ഥികൾ തയ്യാറല്ല. ശശി തരൂരിനെ പോലെയുള്ളവർ ഇത്തരത്തിൽ ഇവന്റ് മാനേജ്മെന്റിനെ നിയോഗിക്കാറുണ്ട്. തനിക്കെതിരെ പാർട്ടി തലത്തിൽ അട്ടിമറി നടക്കുന്നുവെന്ന് തരൂർ മനസ്സിലാക്കിയത് ഇവന്റ് മാനേജ്മെന്റിന്റെ സഹായത്തോടെയാണ്. ക്ഷേത്രത്തിലെ തുലാഭാരത്തട്ട് പൊട്ടിവീണ സംഭവത്തിൽ തരൂർ അന്വേഷണം ആവശ്യപ്പെട്ടത് മാനേജ്മെന്റിന്റെ ഉപദേശത്തെ തുടർന്നാണ്. ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകൾ വോട്ടർമാർക്കിടയിൽ പ്രവർത്തിച്ചാൽ ഒരിക്കലും ആരോപണങ്ങൾ ഉണ്ടാവുകയില്ല. പരസ്യമായി ജനങ്ങൾക്കിടയിൽ എത്താൻ ഇവർക്ക് കഴിയും. അത് മനസ്സിലാക്കിയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകളെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. ഡൽഹിയിൽ ഇത്തരം ഗ്രൂപ്പുകൾ പണ്ടേ സജീവമാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തിൽ പുതുമയുള്ളതാണ് ഇത്തരം ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകൾ. എന്നാൽ CPM സംസ്ഥാന സമ്മേളനങ്ങളുടെ നടത്തിപ്പ് ഏറെ നാളായി ഏറ്റെടുത്തിരുന്നത് ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകളാണ്. അതെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. പിണറായി പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷമാണ് ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകൾ കൈയടക്കി തുടങ്ങിയത്. കൊല്ലത്ത് പ്രേമചന്ദ്രനെതിരെ BJP സഖ്യ ആരോപണം CPM ഉയർത്തുന്നതും ഇതേ ഇവന്റ് ഗ്രൂപ്പുകളിൽ നിന്നാണ്. ഇക്കാര്യം പ്രേമചന്ദ്രൻ സമ്മതിച്ചു കഴിഞ്ഞു. തനിക്ക് BJP വോട്ടുകൾ കിട്ടിയാൽ എന്താണ് കുഴപ്പമെന്നാണ് പ്രേമചന്ദ്രൻ ചോദിക്കുന്നത്. പ്രേമചന്ദ്രനെ തോൽപ്പിക്കുകയാണ് CPMൻ്റെയും പിണറായിയുടെയും ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.